നമസ്കാരം ജില്ലോ. നമസ്കാരം. ഇന്നിപ്പോൾ കേൾക്കുന്ന പുതിയൊരു ഡെവലപ്മെൻറ്റ്, ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞ അതേ വാചകം PV അൻവറിനെ UDF-ലേക്ക് എടുക്കില്ല. ഇന്നലെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞവർ അതിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ഇതിൽ നിന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത്? അല്ല, ഇതിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ UDF കൺവീനർ അടൂർ പ്രകാശും UDF-ലെ സമ്മതിതനായിട്ടുള്ള നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ളതിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് മുമ്പും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ളൊരു വിജയം കൈവരിച്ചിരിക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല, UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പിൽ UDF-ന് കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നൽകാൻ പറ്റിയ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പലവട്ടം അൻവറുമായി സംസാരിച്ചിട്ടുണ്ട്, അൻവർ UDF-ലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ ഒരു ഘട്ടത്തിലും അൻവർ UDF-മായി സഹകരിക്കാൻ തയ്യാറായ രീതിയിലായിരുന്നില്ല അൻവറിന്റെ ഒരു ശരീരഭാഷയും സംസാര ഭാഷയും ഒക്കെ. UDF-ന്റെ ചെയർമാനായിട്ടുള്ള VD സതീശനെ മാറ്റണമെന്നും UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നൊക്കെ നിരന്തരം പറയുകയും പിണറായി സത്തിനെതിരെയാണ് പോരാട്ടമെന്ന് പറയുകയും പിണറായി വിജയനേക്കാൾ കൂടുതൽ UDF-ന്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിലപാടെടുക്കുമ്പോൾ അൻവറിനോട് ക്ഷമിക്കാൻ UDF പ്രവർത്തകർക്ക് സാധിച്ചില്ല. കൃത്യമായിട്ട് പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും UDF കൺവീനർ അടക്കമുള്ള UDF-ന്റെ ഘടകകക്ഷി നേതാക്കന്മാരും നിലപാടെടുത്തത്. ആ നിലപാടിനാണ് UDF-ന് നിലമ്പൂരിൽ അംഗീകാരം കിട്ടിയത്. അൻവർ ഇല്ലാതെയാണ് ഞങ്ങൾ 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും അൻവർ എടുക്കുമായിരുന്നു. ഇനി അൻവർ എടുത്തില്ലെങ്കിൽ പോലും ഈ മുഴുവൻ ക്രെഡിറ്റും അൻവറിന്റെ ചുമലിൽ കെട്ടിവെച്ച് തടിയൂരാൻ വേണ്ടിയിട്ട് CPM-ഉം LDF-ഉം കേരളത്തിലെ CPM-ന് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന മാധ്യമ പ്രവർത്തകരും ശ്രമിച്ചാൽ ഇത് ആർക്കും ഇതിന്റെ ക്രെഡിറ്റ് അൻവറിന് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉള്ള വിജയമാണ് UDF നേടിയത്. സ്വാഭാവികമായിട്ടും അൻവർ ഇല്ലാതെ ഞങ്ങൾക്ക് നിലമ്പൂർ ജയിക്കാമെങ്കിൽ 9 വർഷം അദ്ദേഹം MLA ആയിരുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിവിൽ അദ്ദേഹം കൂടി മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാതെ ഞങ്ങൾക്ക് ഇത്രയും ക്ലിയർ മാർജിനിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ തൽക്കാലം അദ്ദേഹത്തിന്റെ ആവശ്യം നമ്മൾക്കില്ല. ഇനി UDF-ന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് കടന്നു വരാനുള്ളവർക്കുള്ളതല്ല. അത് പിണറായി വിജയനോടൊപ്പം നിന്നപ്പോൾ ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ തലപ്പാവും കിരീടവും ഒക്കെ ചിലതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ താഴെ മാറ്റി വെച്ചിട്ട് മുട്ടി തുറക്കാനുള്ളതാണ് UDF-ന്റെ വാതിൽ. ആ മുട്ടി തുറക്കണമെങ്കിൽ അതിന് ചില ഭാഷകളുണ്ട്. ഇവിടെ ഉള്ളവരെ അംഗീകരിക്കാൻ രാഷ്ട്രീയ ബോധ്യം കൂടി ഉണ്ടാകണം. അപ്പോൾ അത് കൃത്യമായിട്ട് UDF-ന്റെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അത് അടഞ്ഞ വാതിൽ തന്നെയാണ്, അത് തുറക്കേണ്ട സാഹചര്യം തൽക്കാലം ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പറഞ്ഞ കാര്യത്തിൽ അൻവർ ചെയ്തു കൂട്ടിയ ചില ചെയ്ത്തുകൾ നമ്മളോട് പറയേണ്ടി വരില്ല എന്നുള്ളതാണ്. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ചേലക്കരയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി. പാലക്കാട് നിർത്തിയ സ്ഥാനാർത്ഥി തടിയൂരി അദ്ദേഹം തിരിച്ച് CPM-ലൊക്കെ പോയി. ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത നിരവധി കൃത്യങ്ങൾ അൻവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ അദ്ദേഹം കാണിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് KM മുരളീധരനും ഈ പറയുന്ന KS സുധാകരനും ഒക്കെ അദ്ദേഹത്തിനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞത്? അത് നമ്മുടെ പരമ്പരാഗത ഒരു രാഷ്ട്രീയ രീതിയാണ്. LDF-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വരുന്നവർ UDF-ൽ ഇടം കൊടുത്താൽ അവർ ഏതൊരു വ്യക്തിക്കും മുന്നണിക്ക് ബലം കിട്ടും. ഏതൊരു വ്യക്തിക്കും സ്വാധീനിക്കാവുന്ന കുറെ വോട്ടുകളുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ബലത്തിൽ സ്വാധീനിക്കാവുന്ന വോട്ടുകൾ കൂടി ആർജിക്കാം. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണല്ലോ, എല്ലാവരും അത് തന്നെ ചെയ്യാം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, 9 വർഷക്കാലം UDF കേരളത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, സമരങ്ങൾ, അതിന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിരൂക്ഷമായിട്ട് അശ്ലീലമായി തന്നെ അതിനെ നേരിട്ട പിണറായി വിജയന്റെ പടയാളിയായിരുന്നു, പടനായകനായിരുന്നു അൻവർ. ആ അൻവർ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും UDF-നോട് ചേരുന്ന രീതിയിലുള്ള ഒരു സംസാര ഭാഷയും ശരീരഭാഷയും ആയിരുന്നില്ല അദ്ദേഹത്തിന്. എന്നാലും UDF-ലെ ഒത്തിരി നേതാക്കന്മാർ, ഒത്തിരി പ്രവർത്തകർ അൻവറിനെ കൂടി സ്വീകരിക്കാം എന്നുള്ളൊരു വിശാല മനസ്കത കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം അദ്ദേഹത്തിനാണ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ UDF-ന്റെ സ്ഥാനത്ത് LDF ആയിരുന്നെങ്കിൽ 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചേനെ. പാലക്കാട് ബൈ ഇലക്ഷന് P. സരിൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ അവരെടുത്തത് പോലും
ഇവിടെ നിന്ന് വഴക്ക് കൂടി ചെന്നത് കൊണ്ട് അത് മാത്രമാണ്. അവരുടെ ഒരു അടവ് നയോ കാലങ്ങളായിട്ടുള്ള. ഈ തോന്നിവാസങ്ങൾക്ക് അവർ പറയുന്ന പേരാണ് അടവ് നയം. എന്തും എപ്പോഴും അവർക്ക് ചെയ്യാം. അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ മോശപ്പെട്ട കാര്യമാണ്. പക്ഷേ UDF കൃത്യമായിട്ടൊരു വർക്കിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു, കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു മെഷീനറി ഉണ്ടായിരുന്നു നിലമ്പൂർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കും. അൻവർ ഉണ്ടെങ്കിൽ കുറെ കൂടി വോട്ട് ചിലപ്പോൾ കിട്ടാമായിരിക്കാം. പക്ഷേ വേണോ വേണ്ടയോ, ഞങ്ങളോടൊപ്പം നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾ അൻവറിന് വിട്ടുകൊടുത്തു. അൻവർ വേണ്ട എന്ന് തീരുമാനിച്ചു. അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു നിലപാടിൽ ഒരു സ്ഥിരതയുണ്ടായിരുന്നില്ല. ഓരോ മഴക്കാർ കാണുമ്പോഴും ഓരോ നിലപാട് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. UDF ഒരു സംഘടനാ സംവിധാനമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. ഇതിൽ നിരവധി ഘടകകക്ഷികളുണ്ട്. അൻവറിനേക്കാൾ പതിറ്റാണ്ടുകൾ മുമ്പ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷി നേതാക്കന്മാർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ നിന്ന് നിരവധി പേരുണ്ട്. ഒരുപാട് 10 കൊല്ലമായിട്ട് ഒരുപാട് നിൽക്കുക ഭരണം കിട്ടാൻ വേണ്ടി. 10 കൊല്ലമായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന പ്രയാസം സഹിച്ച്, സർവ്വ പീഡനങ്ങളും സഹിച്ച് UDF കോൺഗ്രസിനോടൊപ്പം നിന്ന ഘടകകക്ഷി നേതാക്കന്മാർ അവർ നിരന്തരം വിവാദങ്ങൾ പറയുന്നില്ല, നിരന്തരം ഇത്തരത്തിൽ വൃത്തികേടുകൾ പറയാത്തത് കൊണ്ട് അവർക്ക് ശ്രദ്ധ കിട്ടാതെ പോകുന്നു എന്ന് വിചാരിക്കരുത്. അവരൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആർജവമുള്ള നിലപാടുള്ള നേതാക്കളുണ്ട്. ആ രാഷ്ട്രീയ നേതാക്കന്മാരെ വില വെക്കണം. ഒരിക്കലും നമ്മൾ കാണാതിരിക്കും. അതിനപ്പുറത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ സ്വീകരിക്കാൻ നമ്മൾ പരവതാനി വിരിക്കുമ്പോൾ വരുന്നയാൾക്ക് അതിനുള്ള ക്രെഡിബിലിറ്റി ഉണ്ടാകണം. തീർച്ചയായിട്ടും. ആ ക്രെഡിബിലിറ്റി ഇല്ലാതെ ഒരാളെ സ്വീകരിക്കുമ്പോൾ അയാൾ ക്ലാരിറ്റി വരുത്തേണ്ടത് അയാളുടെയും കൂടി ചുമതലയാണ്. ആ ക്ലാരിറ്റി വരുത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് UDF ഭാഗമാകാൻ പറ്റാത്തത്. അദ്ദേഹം VD സതീശനെ ആക്ഷേപിച്ചത് കൊണ്ടോ, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന നടത്തിയത് കൊണ്ടോ, UDF നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിരന്തരം ആക്ഷേപിച്ചത് കൊണ്ടോ, KC വേണുഗോപാലിനെ ആക്ഷേപിച്ചത് കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പറ്റാതെ വന്നത്. അദ്ദേഹം അവിടെ നിന്ന് വിട്ടു വന്നിട്ട് പോലും ഇവിടേക്ക് കയറാനുള്ള ഒരു രാഷ്ട്രീയ പക്വത കാണിച്ചില്ല. ശരിയാണ്. പക്വത, മാന്യത. ആ മാന്യത, ഒരു രാഷ്ട്രീയ മിനിമം രാഷ്ട്രീയ മാന്യത വേണം. UDF ഭാഗമാകാൻ വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മാന്യത വേണം. ഇപ്പൊ ഇത് ഇത്തരത്തിൽ ഒരാൾ UDF വിട്ട് LDF പോകുന്നെങ്കിൽ LDF സ്വീകരിക്കും? ഒരിക്കലും. UDF വിട്ട് നിൽക്കുന്ന ആള് LDF നേതാക്കന്മാരെ ആക്ഷേപം പറയുകയാണെങ്കിൽ അവർ സ്വീകരിക്കില്ലല്ലോ. അവര് ചിലപ്പോൾ ആശ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോ വരെ വിട്ടെന്ന് വരും. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സർവ്വ രീതിയിലും ഏറ്റവും താഴ്ന്ന രീതിയിലാണ് അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചത്. എന്തിനും തയ്യാറാണ്. പക്ഷെ അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥിയെങ്കിലും അറ്റ്ലീസ്റ്റ് അംഗീകരിക്കാൻ തയ്യാറാകണമായിരുന്നു. അത് തയ്യാറാകാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നത്. ഇനി അദ്ദേഹം പെട്ടെന്ന് അകത്ത് കയറാനുള്ള സാധ്യത തൽക്കാലമില്ല. കാരണം നമ്മളുടെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം. ആ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള, സംസ്ഥാനത്തെ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള മാക്സിമം വോട്ട് UDF ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആരുമായിട്ടും സംഭാഷണം നടത്താനും സന്ധി ചെയ്യാനും ഒക്കെ തയ്യാറായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. അദ്ദേഹം ഫലത്തിൽ പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള നിലപാടായിട്ട് അദ്ദേഹം അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ചത് കൊണ്ടാണ് M സ്വരാജിന്റെ പരാജയം 11,000-ൽ ഒതുങ്ങിയത്. ഒരു പക്ഷെ അതിൽ കൂടുതൽ വോട്ടിന് പരാജയപ്പെടേണ്ടതായിരുന്നു. അപ്പോ ഭരണവിരുദ്ധമായിട്ടുള്ള വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ അൻവർ ഒരു പരിധി വരെ സഹായിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോ ഇപ്പോൾ പോലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആ തോത് മനസ്സിലാക്കുന്നതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും കൂടിയാണ് ഉപയോഗിക്കപ്പെട്ടത്. ആ സ്ഥാനാർത്ഥിത്വം പോലും വേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നിലപാടിൽ കൃത്യതയില്ല. അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മിണ്ടാതിരുന്നാലും മതിയായിരുന്നു. അദ്ദേഹം പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. എന്തിനു പിൻവലിച്ചു എന്ന് അദ്ദേഹത്തിന് പറയില്ല, ആർക്കും അറിയില്ല. പിന്നീട് ആ സ്ഥാനാർത്ഥി എവിടെ ചെന്ന് ചേർന്നു? CPM ചേർന്നു. ഇനി അദ്ദേഹം ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ തന്നെ കോൺഗ്രസിന്റെ ഒരാളെ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി. എന്ത് ഗുണമുണ്ടായി? എന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ടും പോയി. ഒരു പൊളിറ്റിക്കലി ആയിട്ട് 10 വർഷം MLA ആയിരുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പക്വത സംസാരത്തിലും പെരുമാറ്റത്തിലും നിലപാടുകളിലും തീരുമാനങ്ങളിലും നമ്മൾ കണ്ടില്ല. അതാണ് അൻവറിന്റെ പരാജയം. അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാനോ അദ്ദേഹത്തെ മെരുക്കിയെടുക്കാനൊന്നും UDF താല്പര്യം, അത് UDF ആവശ്യമല്ല. UDF അജണ്ടയിൽ അൻവർ ഇല്ലല്ലോ. UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ ഒരു ചോദ്യം. നിങ്ങളുടെ തലമുതിർന്ന നേതാവായ AK ആന്റണി പറഞ്ഞു, ഈ വിജയത്തിൽ നമ്മൾ ഒരിക്കലും മതിമറക്കരുത്, നമുക്കിനി അങ്ങോട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സംശയം, ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന നിലമ്പൂർ പോലൊരു സ്ഥലത്ത് അൻവർ ഒരു ഫാക്ടർ ആവേണ്ടതല്ലേ? അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫാക്ടർ ആകാൻ പറ്റില്ലല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് പരിമിതികളുണ്ട്.
AK ആന്റണി പറഞ്ഞ പ്രസ്താവന 100% ശരിയാണ്. ഇതിൽ നമ്മൾ മതിമറക്കുകയല്ല ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പലവട്ടം ശരിയായി പറഞ്ഞതുപോലെ പരാജയങ്ങൾ മാത്രമല്ല ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾ വിജയങ്ങളും കൂടി പഠിച്ചു. ഞങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെ സംഭവിച്ചു എന്ന് പഠിച്ചു. ഞങ്ങൾ ചേലക്കരയിലെ വിജയത്തിന് തുല്യമായ പരാജയം, പാലക്കാട് ബൈ ഇലക്ഷൻ, വയനാട് ബൈ ഇലക്ഷൻ, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ, തൃക്കാക്കര ബൈ ഇലക്ഷൻ, ചേലക്കര നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 40,000 നിന്ന് 12,000 LDF നല്ല കുറയ്ക്കാൻ പറ്റിയെന്ന് ഞങ്ങളുടെ വിജയമാണ്. തീർച്ചയായിട്ടും അവിടെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ ന്യൂനപക്ഷ മോർച്ചയുടെ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട നോട്ടീസും ഇല്ലെങ്കിൽ ചേലക്കരയിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. തീർച്ചയായിട്ടും രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ 40 രാധാകൃഷ്ണൻ കിട്ടിയ സ്ഥാനത്ത് രണ്ടാമത് സ്ഥാനാർത്ഥി കിട്ടിയ വെറും തുച്ഛമായ ഭൂരിപക്ഷം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എല്ലാം ഞങ്ങൾ കൃത്യമായി പഠിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിലമ്പൂർ ആത്മവിശ്വാസം കിട്ടിയത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാകും. സ്ട്രാറ്റജി വെച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് കൃത്യമായി ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഞങ്ങളുടെ മാത്രം വിജയമല്ല, ഞങ്ങൾ ഉന്നയിച്ച ആശയങ്ങളോട്, മുദ്രാവാക്യങ്ങളോട്, സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആശാ വർക്കർമാർ തൊട്ട് ആദിവാസികൾ വരെയുള്ള സകല സാധാരണക്കാരുടെയും പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ മാത്രം ചോദിച്ചോട്ടെ, ലീഗിനെ മറന്നു പോകരുതോ? ലീഗിനെ മറന്നു പോകരുതോ? ഈ പറയുന്നതിൽ ലീഗിനെ നിങ്ങൾ മറന്നോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു. ലീഗിനെ ഒരിക്കലും മറക്കുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ് ലീഗ്. ലീഗ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ലീഗിൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഒരു വേള VD സതീശൻ മറന്നു എന്ന് പറയുന്നുണ്ട്, ശരിയാണോ? അത് തെറ്റായ ആക്ഷേപമാണ്. അത് ചില സ്ഥാപിത താല്പര്യക്കാർ ബുദ്ധികളാണ്. കാരണം എന്താ വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ കൈപ്പത്തി ഉയർന്നു നിന്നത് മുസ്ലിം ലീഗിന്റെ കോണിപ്പടി കയറി നിന്നപ്പോഴാണ്. അത് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും സാധാരണക്കാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും ബൂത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് കോണിപ്പടി കയറി കൈപ്പത്തി ഉയർത്തിപ്പിടിക്കാൻ പറ്റിയത്. ലീഗും കേരള കോൺഗ്രസും CMPയും ഫോർവേഡ് ബ്ലോക്കും അങ്ങനെ UDFന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ഘടകകക്ഷികളുടെയും പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുകയാണല്ലോ. ഞങ്ങളുടെ മാത്രം വിജയമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആശാ വർക്കർമാർ തൊട്ട് ആദിവാസികൾ വരെ സാധാരണക്കാരുടെ വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ വിജയം ഞങ്ങൾ അതുകൊണ്ടാണ് അഹങ്കരിക്കാത്തത്. ഇത് ഞങ്ങളുടെ വിജയമാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഞങ്ങൾ നടത്തിയ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സകല സാധാരണക്കാരുടെയും വിജയമാണ് 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് തിരുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ വിജയമാണ്. ഏതായാലും എല്ലാ ആശംസകളും നമുക്ക് കാത്തിരിക്കാം.